നമസ്കാരം. ഷിരൂരിൽ കാണാതായ അർജുനും അദ്ദേഹത്തിൻ്റെ ലോറിയുമാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നത്തെ ദിവസം മാത്രമാണ് ആ വാർത്തയ്ക്ക് ഒരല്പം പ്രാധാന്യം കുറഞ്ഞു പോയത്. കാരണം ഇന്ന് കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചു. അതുകൊണ്ട് മാധ്യമങ്ങൾ അർജുനെ വിട്ട് ബജറ്റിൻ്റെ പിന്നാലെ പോയി. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രാജ്യം നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു അർജുൻ്റെ തിരോധാനം. അർജുനെ എത്രയും വേഗം കണ്ടെത്തണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചു. കാരണം അർജുൻ്റെ സ്ഥാനത്ത് നമ്മളും ആകാമായിരുന്നു. നമ്മുടെ സർക്കാരിനെ വിശ്വസിച്ച് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് നമുക്കിങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാമായിരുന്നു. ഇപ്പോൾ സൈന്യം, നേവി എന്നിവരൊക്കെ സംയുക്തമായിട്ട് ചേർന്ന് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും യാതൊരുവിധ സൂചനകളും കിട്ടിയിട്ടില്ല. അർജുൻ ജീവനോടെ ഉണ്ടോ, അർജുൻ്റെ വാഹനം പുഴയിൽ വീണിട്ടുണ്ടോ, ഇവ കാര്യങ്ങളൊക്കെ അറിയാനിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം തൽക്കാലം അർജുനാണ്. അർജുനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം മറക്കും. നമ്മൾ അടുത്ത മറ്റൊരു വിഷയത്തിൻ്റെ പിന്നാലെ പോകും. എന്നാൽ ഇവിടെ നമ്മളെല്ലാവരും വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് ഇവിടുത്തെ സർക്കാരുകൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് അർജുന് ഈ ദുരന്തമുണ്ടായി എന്നുള്ളതാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ രാജ്യത്ത് വികസനത്തിൻ്റെ പേരിൽ വളരെ വലിയ പ്രകൃതി ദ്രോഹം നടക്കുന്നുണ്ട്. പ്രകൃതി നമുക്കെങ്ങനെയും ഉപയോഗിക്കാനുള്ള ഉത്പന്നങ്ങളുടെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ ഒരു കലവറയാണെന്ന പാശ്ചാത്യ സങ്കല്പം നമ്മളും ഏറെക്കുറെ, പണ്ടങ്ങനെയായിരുന്നില്ല. പണ്ട് നമ്മുടെ രാജ്യം ഭൂമിയെ കണ്ടിരുന്നത് ഭൂമി ദേവി എന്ന സങ്കല്പത്തിലാണ്. ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് പലരോടും അനുവാദം ചോദിച്ച് അതിനൊക്കെ ചില രീതികളുണ്ടായിരുന്നു, നമുക്കറിയാം. എന്നാൽ ഇന്ന് നമ്മൾ പാശ്ചാത്യരുടെ രീതി അനുസരിച്ച് ഭൂമിയെ വെറും ജീവനില്ലാത്ത ഒരു വസ്തുവായിട്ട് കാണുകയും നമുക്കതിന്മേൽ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാർഷ്ട്യം വെച്ചുകൊണ്ട് വികലമായിട്ടുള്ള വികസനത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നു. മലകളുടെ ഉള്ളിലൂടെ തുരങ്കമുണ്ടാക്കുന്നു, പലയിടത്തും മല ഇടിക്കുന്നു, നദികളെ തടഞ്ഞു നിർത്തുന്നു. അതായത് പ്രകൃതിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു താളമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്, ഒരു ശാസ്ത്രമുണ്ട് എന്നുള്ള സത്യം പൂർവികർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആധുനിക കാലത്തെ ശാസ്ത്രവാദികൾ അതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ട് ഭൂമി ജീവനില്ലാത്ത ഒരു വസ്തുവാണ്, നമുക്കവിടെ എന്തും ചെയ്യാം എന്ന ധാർഷ്ട്യത്തോടു കൂടി കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള വികസന കോപ്രായങ്ങൾ മൂലമാണ് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാകുന്നത്. നമ്മുടെ രാജ്യത്ത് നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണ് റോഡുകളിലും റെയിൽവേ ട്രാക്കുകളിലും ഒക്കെ പ്രശ്നമുണ്ടാകുന്നുണ്ട്. നമ്മളാരും മറന്നിട്ടില്ല, ഏതാണ്ടൊരു 4-5-6 മാസം മുമ്പ് നവംബർ 2023 ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നിർമ്മാണത്തിലിരുന്ന ഒരു ടണൽ ഇടിഞ്ഞു വീണ് അതിൻ്റെ ഉള്ളിൽ 41 തൊഴിലാളികൾ കുടുങ്ങിപ്പോയത്. ഏതാണ്ട് 17 ദിവസം നമ്മളെല്ലാവരും ആ വാർത്തയുടെ പിന്നാലെയായിരുന്നു. 17 ദിവസങ്ങളോളം നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്ന പ്രധാന വാർത്ത ആ ടണൽ ദുരന്തമായിരുന്നു. ഒടുവിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടതോടെ നമ്മളത് മറന്നു വീണ്ടും നമ്മൾ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം നിർമ്മാണങ്ങൾ, മലയിടിച്ചും മലവെട്ടിയും ഒക്കെ ഇവർ നടത്തുന്ന നിർമ്മാണങ്ങൾ യഥാർത്ഥത്തിൽ ദുരന്തങ്ങളെ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ്. നമുക്ക് റോഡുകളും റെയിൽവേയും ഒക്കെ ആവശ്യമാണ്. പക്ഷെ അത് പ്രകൃതിയുടെ താളം തെറ്റിച്ചുകൊണ്ട് ആകാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ അധ്വാനവും ചെലവുമുള്ള വികസനങ്ങളുടെ പിന്നാലെ രാഷ്ട്രീയക്കാരും നമ്മുടെ ആധുനിക കാലത്തെ സർക്കാരുകളും പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് എത്രയധികം കൂടുന്നോ അത്രയ്ക്ക് അവർക്ക് ഗുണമാണ്. 1000 കോടി രൂപയ്ക്ക് തീരേണ്ട ഒരു പ്രൊജക്റ്റ് എങ്ങനെ 10,000 കോടിയിൽ എത്തിക്കാം എന്നുള്ളതാണ് ഭരിക്കുന്നവരുടെ ചിന്ത. കാരണം എത്ര പണം അതിലേക്ക് ഇറക്കുന്നോ അത്രയേറെ അവർക്ക് കിക്ക് ബാക്ക് ആയിട്ട് തിരിച്ചു കിട്ടും. ഒരു പ്രൊജക്റ്റ് എത്ര കണ്ട് കോസ്റ്റ്ലി ആണോ അത്ര കണ്ട് അവർക്ക് ആദായം ഉണ്ടാവുകയാണ്. അപ്പോൾ അവിടെ പ്രകൃതിക്ക് എന്ത് സംഭവിക്കുന്നു, നാളെ ഇതുമൂലം ദുരന്തമുണ്ടാകുമോ, ഇവ കാര്യങ്ങളൊന്നും അവർ നോക്കാറില്ല. ഒരു പ്രൊജക്റ്റ് മുമ്പിലേക്ക് വരുമ്പോൾ അത് എത്രയും സുരക്ഷിതമായിട്ടും ചിലവ് കുറച്ചും നടത്താനുള്ള വഴി നോക്കുന്നതിന് പകരം അതിന് എത്ര കണ്ട് ചിലവ് കൂട്ടാം, അത് എങ്ങനെയാണ് ഒരു സെൻസേഷണൽ പ്രൊജക്റ്റാക്കി മാറ്റാൻ സാധിക്കുക, ഈ വക കാര്യങ്ങളാണ് ആധുനിക കാലത്ത് നോക്കുന്നത്. അങ്ങനെയാണ് ഇവർ മല തുറന്നും മലയിടിച്ചും നദി തടഞ്ഞു നിർത്തിയും സമുദ്രത്തിന് കുറുകയും സമുദ്രത്തിൻ്റെ ഉള്ളിലൂടെയും ഒക്കെയുള്ള ഓരോരോ പദ്ധതികൾ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. പണച്ചെലവിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പേരെടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ചില പദ്ധതികളാണ്.
ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രകൃതിയുടെ താളം തെറ്റിക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മളൊരു മലയുടെ ഒരു ഭാഗം ഇടിച്ച് റോഡാക്കുമ്പോൾ അതുമൂലം ആ മലയ്ക്കുണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ്, അത് അതിലുണ്ടാക്കുന്ന സ്വാധീനം എന്താണ് എന്നുള്ളത് ഇത് ചെയ്യാൻ പോകുന്നവർ നോക്കണം. മലയുടെ അടിയിൽ നിന്നും കുറച്ച് മണ്ണെടുത്ത് മാറ്റുമ്പോൾ ഞങ്ങൾ കുറച്ച് മണ്ണല്ലേ മാറ്റിയുള്ളൂ, നമ്മൾ ചിന്തിക്കും ആ മല അങ്ങനെ നിലനിൽക്കുന്നതിന് അതിൻ്റെ അടിവാരത്തിൽ എത്ര മണ്ണ് വേണം, അത് എത്ര വിസ്തൃതിയിലായിരിക്കണം പരന്നു കിടക്കേണ്ടത് തുടങ്ങിയവ നിശ്ചയിക്കുന്നത് നമ്മളല്ല, പ്രകൃതിയാണ്. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള നിലനിൽപ്പിന് അത് തന്നെ ഒരുക്കി വച്ചിരിക്കുന്ന സംവിധാനത്തെ നമ്മൾ ചെന്ന് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി തകർക്കുമ്പോൾ അത് ഈ മലയിലോ അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തോ ഉണ്ടാക്കുന്ന ആഘാതം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് പിന്നീട് പ്രകൃതി അതിനുണ്ടായ പ്രശ്നത്തിനെ സ്വയം പരിഹരിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്. പ്രകൃതിയുടെ നിലനിൽപ്പിന് മലകളും നദികളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും എല്ലാം ആവശ്യമാണ്. ഇവയെല്ലാം ഏത് രീതിയിൽ എവിടെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് നിശ്ചയിക്കുന്നത് പ്രകൃതിയാണ്. അതനുസരിച്ച് തന്നെയാണ് അവയെല്ലാം നിലനിൽക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു മലയുടെ ആവശ്യമില്ല, ഇവിടെ ഒരു നദിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഡ്ഢികളായ മനുഷ്യർ ചെന്ന് അത് തടസ്സപ്പെടുത്തുകയും അത് ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ അത് വീണ്ടും നിലനിർത്താൻ വേണ്ടി, അത് പഴയപടിയാക്കാൻ വേണ്ടി പ്രകൃതി നടത്തുന്ന ശ്രമമാണ് നമ്മൾ പ്രകൃതി ദുരന്തമായിട്ട് കൂടുതലായിട്ടും കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണം, നിങ്ങൾ പണം ഉണ്ടാക്കുക, നാട്ടുകാരുടെ വികസനം എന്ന് പറഞ്ഞവരെ രോമാഞ്ചം കൊള്ളിക്കുക എന്നീ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് പദ്ധതി വേണമെങ്കിലും വിട്ടുകൊള്ളുക, എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളുക. പക്ഷേ നിങ്ങൾ പ്രകൃതിയുടെ താളം തെറ്റിച്ചുകൊണ്ട് ചെയ്യരുത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രകൃതിയുടെ താളം തെറ്റിച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റൂ എന്ന് വന്നു കഴിഞ്ഞാൽ അത് വളരെ ഗഹനമായ പഠനം നടത്തി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം മൂലം ആ ഭൂഭാഗത്തിന് യാതൊരു വിധമായിട്ടുള്ള ആഘാതവും ഉണ്ടാക്കാത്ത തരത്തിൽ മാത്രമേ കൺസ്ട്രക്ഷൻ നടത്താവൂ. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഗഹനമായ പഠനം നടത്തിയിട്ട് മാത്രമേ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പോകാറുള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്ക് പ്രൊജക്റ്റ് നടക്കണം, പണം ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പ്രകൃതിക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ളതാണ്. നമ്മൾ വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റ് പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പണിതിട്ടുള്ള ഇടങ്ങളിൽ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ദുരന്ത വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അർജുന്റെ തിരോധാനം എന്ന ഒരു വിഷയം നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ കാണാതായി ആ വ്യക്തിയെ നാളെ തിരികെ കിട്ടണം എന്നുള്ള ഒരു ചിന്തയിൽ ഒതുങ്ങാതെ അർജുൻ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് കിടക്കുമ്പോൾ അവന്റെ മുകളിലേക്ക് എങ്ങനെയാണ് ഇത്രയേറെ മണ്ണിടിഞ്ഞ് വീണത്, അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മളെപ്പോഴും കാരണങ്ങളെ പരിഹരിക്കാനാണ് പോകേണ്ടത്, അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിനെ പരിഹരിക്കുക എന്നുള്ളതല്ല. ആ പ്രശ്നം എങ്ങനെ ഉണ്ടായി, ആ പ്രശ്നം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഗതാഗത മന്ത്രിമാരുടെയും അതുപോലെ തന്നെ സർക്കാരുകളുടെയും ഒക്കെ കണ്ണുകൾ തുറക്കേണ്ടത്. നിങ്ങൾ വികസനത്തിന് വേണ്ടി നാട്ടുകാർക്ക് സുഗമമായിട്ട് സഞ്ചരിക്കാനെന്ന പേരിൽ വലിയ വലിയ റോഡുകളും പാലങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ പാലങ്ങളും റോഡുകളും നിങ്ങൾ പ്രകൃതിയുടെ താളം തെറ്റിച്ചുകൊണ്ടാണോ ഉണ്ടാക്കുന്നത് എന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ പ്രകൃതിക്ക് ഭംഗം വരുത്താതെ നിങ്ങൾക്ക് പണിയാൻ സാധിക്കില്ലേ എന്നും പരിശോധിക്കുക. ഇനി അഥവാ മറ്റൊരു മാർഗവുമില്ലെങ്കിൽ നിങ്ങൾ ഏത് കൺസ്ട്രക്ഷൻ നടത്തിയാലും ശരി അതുമൂലം ആ സ്ഥലത്തിന് ഉണ്ടാകുന്ന ആഘാതം മനസ്സിലാക്കി അതിനെ തടഞ്ഞു നിർത്തത്തക്ക പോലെയുള്ള കൺസ്ട്രക്ഷൻ നടത്തുക. അതിന് പണം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ അത് വളരെ കൃത്യമായിട്ടും ഫലപ്രദമായിട്ടും ഒരു കാലത്തും പ്രകൃതി ദുരന്തം ഉണ്ടാകാത്തതുപോലെ മാത്രമാണ് ഉണ്ടാക്കേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സിൽക്കിയാര ടണൽ ദുരന്തങ്ങൾ പോലെയുള്ള ദുരന്തങ്ങളും അർജുന് സംഭവിച്ചതുപോലെയും ഒക്കെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്ത് തുടർക്കഥയാകും. ഒരു പ്രൊജക്ടിന് വേണ്ടി മുടക്കിയ പണത്തിനും അധ്വാനത്തിനും ഒക്കെ മീതെ ചിലപ്പോൾ ഇത്തരത്തിൽ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ചിലവഴിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് സൈന്യവും നേവിയും കിടന്ന് കഷ്ടപ്പെടുന്നത്. അശാസ്ത്രീയമായ ഒരു റോഡ് നിർമ്മാണം മൂലമാണ് ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായത്. അത് ശാസ്ത്രീയമായിട്ട് ശരിയായ രീതിയിൽ അവർ നിർമ്മിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അർജുൻ സുരക്ഷിതമായിട്ട് അവൻ്റെ വീട്ടിൽ കാണുമായിരുന്നു. ആർമിക്കോ അല്ലെന്നുണ്ടെങ്കിൽ നേവിക്കോ ഇതുപോലെയുള്ള ഒരു ദൗത്യത്തിൽ ഇടപെടേണ്ടി വരികയില്ലായിരുന്നു. ഇനിയെങ്കിലും ചിന്തിക്കുക. താങ്ക് യു.